Good morning. Today going to talk about Cummins CRM education. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ സെക്കൻഡ് യൂണിറ്റിലെ പോർഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫേസസ് ഓഫ് CRM എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഡെവലപ്പ് ദ CRM സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പോയിൻറ്റിലെ സെക്കൻഡ് പോർഷനാണ് ഇത് കമൻസ് CRM എഡ്യൂക്കേഷൻ. അപ്പോൾ ഫേസ് ഓഫ് CRMൽ ഡെവലപ്പ് ദ CRM സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ. അപ്പോൾ അതിൽ വരുന്നതാണ് കമൻസ് CRM എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൽ വരുന്ന പാർട്ടീസ് അവർക്കൊക്കെ എന്ത് കൊടുക്കുക, CRMൻ്റെ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. CRMൻ്റെ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് CRM ഡിനോട്ട്സ് എന്താണ് കസ്റ്റമർ റിലേഷൻ മാനേജ്മെൻറ്റ്, അതിൻ്റെ സോഫ്റ്റ്വെയർ എന്തൊക്കെയാണ് അതിൽ ചെയ്യുന്നത്, അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. എഡ്യൂക്കേഷൻ ഹാസ് ട്വിൻ ബെനിഫിറ്റ് അല്ലെങ്കിൽ എനി ഫിയേഴ്സ് ഓഫ് ദ പീപ്പിൾ മൈറ്റ് ഹാവ്. അതായത് ഇതിന് രണ്ട് ബെനിഫിറ്റാണ് കിട്ടുക. ഒന്ന് CRMൻ്റെ ഫങ്ഷൻസ്, അതിലെന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുക, ഡാറ്റകൾ എന്തൊക്കെയാണ് കിട്ടുക. അതായത് ഒരു കസ്റ്റമർ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കീപ്പ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. ആ കീപ്പ് ചെയ്ത് വെക്കുന്ന നമുക്ക് വീണ്ടും ആ കസ്റ്റമർ റീവിസിറ്റ് ചെയ്യുമ്പോൾ ആ കസ്റ്റമർ മുന്നേ വാങ്ങിയിട്ടുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്കറിയാം ഈ CRM സോഫ്റ്റ്വെയർസ് അതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് CRM സോഫ്റ്റ്വെയർ. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മുടെ കമ്പനിയിൽ ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസാണ് നമ്മൾ CRM എഡ്യൂക്കേഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതെന്ന് നമുക്ക് അറിയാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ബേസ്ഡ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് എൻകറേജിങ് പാർട്ടിസിപ്പേഷൻ ഓഫ് പീപ്പിൾ ഹൂസ് ജോബ് മൈറ്റ് ബി ഇമ്പാക്റ്റഡ്. നമ്മൾ ഇതിൽ എത്രമാത്രം ഇൻവോൾവ്മെൻറ്റ്, നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ അഡീഷണലായിട്ട് ചെയ്യാനുള്ളത് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ടു ഐഡൻറ്റിഫൈ ഓപ്പർച്യൂണിറ്റി ടു ഇംപ്രൂവ് ദെയർ വർക്ക് പ്ലേസ്, നമ്മുടെ വർക്ക് പ്ലേസ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, പ്രോഫിറ്റബിലിറ്റി എങ്ങനെ കൂട്ടാൻ പറ്റും, അതൊക്കെ നമുക്ക് ഇതിന്ന് അതായത് കസ്റ്റമർ റിലേഷൻ മാനേജ്മെൻറ്റിൻ്റെ എഡ്യൂക്കേഷൻ കിട്ടുമ്പോൾ അതിൽ നമ്മുടെ കമ്പനിയിൽ ചെയ്തു വയ്ക്കുന്ന ഓരോ കമ്പനികളും അവർക്ക് സ്യൂട്ടബിൾ ആവുന്ന രീതിയിലാണ് അതിൽ ഇൻഫോർമേഷൻസ് ഫീഡ് ചെയ്ത് വയ്ക്കുന്നത്. ആ ഫീഡ് ചെയ്ത് വയ്ക്കുന്നതും അതിന് എങ്ങനെ ഡാറ്റ സോർട്ട് ചെയ്തെടുക്കണം, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ CRM എഡ്യൂക്കേഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഓവർസ്യൂട്ട് ഇൻട്രൊഡക്റ്റീവ് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പിന്നെ ട്യൂട്ടോറിയൽ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സ്റ്റഡി മെറ്റീരിയൽസ് ആയിട്ട് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ട്യൂട്ടോറിയൽ അതായത് അതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള മെറ്റീരിയൽ. ഇപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാൽ വേർഡ്, എക്സൽ അതൊക്കെ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു നോട്ട്. അതേപോലെ ഇവിടെ CRM എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളതിൻ്റെ നോട്ടാണ് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. ഡെവലപ്പ് ദ CRM വിഷനിൽ നമ്മൾ ചെയ്യുന്നത്, ഇനി നമ്മുടെ കമ്പനിയിൽ ഒരു പുതിയ CRM ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ട ബേസസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡെവലപ്പ് ദ CRM വിഷൻ. നമുക്ക് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റിൽ നമുക്കൊരു ലക്ഷ്യം വേണം, വിഷൻ വേണം. ചേഞ്ച് റിലേറ്റ്സ് കസ്റ്റമേഴ്സ് സോഫ്റ്റ്വെയർ കമ്പനി salesforce.com പ്രൊവൈഡ്സ് നമ്പർ ഓഫ് എക്സാമ്പിൾസ് ഓഫ് CRM വിഷൻ്റെ നമുക്ക് എന്തൊക്കെയാണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് കൊണ്ട് നമ്മൾ കാണുന്നത് എന്നുള്ളതിൻ്റെ ഒരുപാട് സോഫ്റ്റ്വെയറുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിലൊന്നാണ് salesforce.com എന്ന് പറയുന്നത്. .com ആണത്. അങ്ങനെയുള്ള കുറേ വിഷൻസ് അതിൽ നമുക്ക് കാണിച്ചു തരും എന്തൊക്കെയാണ് ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് കൊണ്ടുവരുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ഇത് ദെൻ വിൽ വർക്ക് അവർ മെമ്പേഴ്സ് വിത്ത് ട്രസ്റ്റ് ബേസ്ഡ് റിലേഷൻഷിപ്പ് റെപ്രസെൻറ്റ് ദവർ ഇൻട്രസ്റ്റ് ഓഫ് സാറ്റിസ്ഫൈ നീഡ്സ് ഹൈ വാല്യൂ. ഇത് നമ്മുടെ മെമ്പേഴ്സുമായിട്ട് വർക്കേഴ്സുമായിട്ട് ഒരു ട്രസ്റ്റിൻ്റെ ബേസിൽ അവർ ഫീഡ് ചെയ്ത് എടുക്കുന്നതാണ് ഡാറ്റ മുഴുവൻ. അതിൻ്റെ ബേസിസിലാണ് നമ്മളിത് ചെയ്യുന്നത്. നർച്ചറിങ് റിലേഷൻഷിപ്പ് കപ്പ് ഓഫ് ടൈം ഡെലിവർ കസ്റ്റമർ എക്സ്പീരിയൻസ് ദാറ്റ് കോൺസിസ്റ്റൻ്റ്ലി ഡെവലപ്പ് എൻതൂസിയാസ്റ്റിക്കലി സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ്. ഈ കപ്പ് ഓഫ് ടൈം എന്ന് പറയുന്നത് കുറച്ച് കൂട്ടുക എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതായത് കസ്റ്റമർ റിലേഷൻഷിപ്പ് നമ്മൾ കുറച്ച് കൂട്ടി വരാം. ബിൽഡ് ആൻഡ് മെയിൻറ്റെയിൻ ലോങ് ടേം റിലേഷൻ വിത്ത് വാല്യുബിൾ കസ്റ്റമേഴ്സ് ക്രിയേറ്റിംഗ് പേഴ്സണലൈസ്ഡ്. അതായത് എപ്പോഴും റിലേഷൻഷിപ്പ് ലോങ് ടേം ആയിട്ട് കീപ്പ് ചെയ്യുക, അതുപോലെ തന്നെ പേഴ്സണലൈസ്ഡ് ആയിട്ടും കീപ്പ് ചെയ്യുക. ഇനി സെറ്റ് പ്രിയോറിറ്റീസ്. നമ്മൾ എന്തൊക്കെ പ്രിയോറിറ്റീസാണ് നമ്മൾ കാണേണ്ടത്, അതായത് കസ്റ്റമർ റിലേഷൻഷിപ്പിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ പ്രിയോറിറ്റീസ് എന്തൊക്കെയാണെങ്കിൽ അത് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്, അത് സജ്ജാക്കുക എന്നുള്ളതാണ്. ദെൻ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ് പ്രൊജക്റ്റ് ഇൻ വേരിയസ് സ്കോപ്പ് ആൻഡ് ടച്ച് ഇൻ വൺ ഓർ മോർ കസ്റ്റമേഴ്സ് ഫേസിങ് പാർട്സ് ഓഫ് ദ ബിസിനസ്. സെയിൽസ്, മാർക്കറ്റിംഗ് ആൻഡ് സർവീസ് 3 കാറ്റഗറി ആയിട്ടാണ് മെയിനായിട്ട് വരുന്നത്. സെയിൽസുകാർക്ക് വേണ്ട ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, മാർക്കറ്റിംഗുകാർക്ക് വേണ്ട ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, സർവീസുകാർക്ക് വേണ്ട ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്. അതായത് ഒരു കസ്റ്റമർ വരുമ്പോൾ ഇങ്ങനെ ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ക്ലിയർ പ്രയോറിറ്റീസ്. അപ്പോൾ ഓരോരുത്തർക്കും വേണ്ട പ്രവർത്തനങ്ങൾ, അവരുടെ ഡാറ്റകൾ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പ്രിയോറിറ്റൈസ് ചെയ്യണം, പ്രിയോറിറ്റി കൊടുക്കണം.
ഇനി പ്രിയോറിറ്റി മൈറ്റ് ബി പ്രൊജക്റ്റ് ക്വിക്ക് വിൻസ്, അതായത് പെട്ടെന്ന് വിൻ ചെയ്യാനായിട്ട്, കുറഞ്ഞ കോസ്റ്റിന് വിൽക്കാനായിട്ട്, നമുക്ക് പ്രോഫിറ്റ് കൂടുതൽ കിട്ടാനായിട്ട്, അതൊക്കെയാണ് നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. എസ്റ്റാബ്ലിഷ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടേതായിട്ടുള്ള ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്, നമുക്ക് ഓരോ പ്രൊഡക്റ്റ് വിൽക്കുമ്പോഴും അതിനുള്ള ലക്ഷ്യങ്ങളും കാര്യങ്ങളും, എല്ലാ പ്രൊഡക്റ്റും ഒരുപോലെ പ്രോഫിറ്റബിൾ ആവുക എന്നുള്ള ഉദ്ദേശത്തിലല്ല, നമുക്ക് പല ടൈപ്പ് ഓഫ് ഐറ്റംസ് ഉണ്ട് എന്നുള്ള ഉദ്ദേശത്തിൽ വിൽക്കുന്നതും ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക. ഐഡൻറ്റിഫൈ പീപ്പിൾ, പ്രോസസ് ആൻഡ് ടെക്നോളജി റിക്വയർമെൻറ്റ്. അതിനാവശ്യമായിട്ടുള്ള പീപ്പിള്, പ്രോസസ്സ്, ടെക്നോളജി, അതൊക്കെ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഡെവലപ്പ് ബിസിനസ് കേസ്, ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ഒരു കേസ്. ബിൽഡ് ദ ബെനിഫിറ്റ് ഓഫ് CRM ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് വൈ ഷുഡ് വി ഇൻവെസ്റ്റ് ഇൻ ദിസ് വേ. CRM പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണ്, അത് അറിഞ്ഞിട്ട് വേണം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. CRM ഇംപ്ലിക്കേഷൻ ക്യാൻ ജനറേറ്റ് അഡീഷണൽ ബെനിഫിറ്റ് കിട്ടും, നമുക്ക് ഓപ്പർച്യൂണിറ്റി കൂടും, അപ്പ് സെല്ലിങ്ങും ക്രോസ് സെല്ലിങ്ങും കൂടും, പ്രൊഡക്റ്റ് പ്രൈസ് കറക്റ്റായിട്ട് കിട്ടും, സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, വേർഡ് ഓഫ് മൗത്ത് ഇൻഫ്ലുവൻസ് ഉണ്ടാവും, നമ്മൾ ആൾക്കാർ പരസ്പരം പറഞ്ഞിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടാവും, സെയിൽസും മാർക്കറ്റിംഗ് ക്യാമ്പയിനേക്കാളും കുറച്ചും കൂടി ബെറ്ററായിട്ട് സെയിൽസ് ഉണ്ടാവും, സെല്ലിംഗ് പ്രോസസ്സ് കുറച്ചും കൂടി എഫക്റ്റീവ് ആവും, പിന്നെ ജനറേഷൻ ആൻഡ് ക്വാളിഫിക്കേഷൻസ് കൂടും, കസ്റ്റമർ അക്വിസിഷൻ, പെട്ടെന്ന് കസ്റ്റമേഴ്സ് എത്തും, എഫിഷ്യൻ്റ് ആയിട്ടുള്ള അക്കൗണ്ട് മാനേജ് ചെയ്യാൻ പറ്റും, വേസ്റ്റ് കുറയ്ക്കാനും കസ്റ്റമർ സർവീസ് ഇൻക്രീസ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെൻ്റ് ഒക്കെ പറ്റും. അപ്പോൾ ഇതിൽ വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ വരുന്നൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു പുതിയ CRM സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചേഴ്സ് വേണം, ലാപ്ടോപ്പ് വേണം, സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ വേണം, ഡാറ്റ മോൾഡിങ് വേണം, ബീറ്റ എഞ്ചിനീയറിംഗ് വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ കോസ്റ്റ് ബെനിഫിറ്റ് ഉണ്ടോ എന്നുള്ളത് മെഷർ ചെയ്തിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ സ്പാൻ ഓഫ് പീരീഡ്, ലൈഫ് ഓഫ് പ്രൊപ്പോസ്ഡ് സൊല്യൂഷൻ, ഇത് എത്ര കാലത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, അതിനെക്കുറിച്ചിട്ടൊക്കെ അറിഞ്ഞിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ അതാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. ഒരു CRM സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഇതിൽ പറയുന്നത്. ഓക്കെ, താങ്ക് യു.